ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ സ്പ്ലെൻഡർ വണ്ടി. പെയിൻറ്റിങ്ങും അതിൻ്റെ എൻജിൻ വർക്കൊക്കെ ആയിട്ട് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളാണ് ഇത് കേട്ടോ. അതായത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ എൻജിൻ ഭാഗം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ എൻജിൻ്റെ ക്രാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് സെറ്റ് ചെയ്തെടുത്താണ്. അത് നമുക്ക് 1 ഇയർ വാറണ്ടി തന്നെ സെറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഐറ്റംസാണ്. ക്ലച്ച് ഡിസ്ക്, ടൈമിംഗ് ചെയ്യാൻ, അതിനോട് ഗിയറിൻ്റെ വീല്, സിലിണ്ടർ കിറ്റ് അതെല്ലാം മാറ്റിയിട്ട് എഞ്ചിൻ്റെ ഭാഗം നമുക്ക് 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ നമ്മൾ മാറ്റിയിട്ട് അത് പഞ്ചിങ് ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലാപ്പ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്രാഷ് ഗാർഡും അതേപോലെ തന്നെ അതിൻ്റെ ലേഡീസ് ഫുഡ് മറ്റേ ബ്രേക്ക് പെഡൽ, ലേഡീസ് ഫുഡ് റെസ്റ്റ് അതൊക്കെ നമ്മൾ മാറ്റി പുതിയതിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് പ്ലേറ്റിങ്ങിന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പുതിയ ഐറ്റത്തിൻ്റെ ഏകദേശം അത്ര തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കമ്പനി ഐറ്റം മേടിച്ചിടുന്ന ആ ക്വാളിറ്റി ഉണ്ടാവില്ല പ്ലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റിയാണ് കയറ്റിയാണ്. പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത് മാറ്റിയിട്ടുണ്ട്. ആ ബാക്കിലത്തെ ടെയിൽ പാനലില്ലേ അത് മാറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സർ, അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ ഫുഡ് റെസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 4 ഫുഡ് റെസ്റ്റ് തന്നെ വരുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ എടുത്ത് നമുക്ക് അതിന് മാത്രം വന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അസംബ്ലി ആയിട്ട് മാറ്റിയേക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ട്യൂണിങ്ങിലൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മളത് ഒരുപാട് അതിനകത്തേക്ക് ചെയ്ത് ഇട്ടാലും ഈ പറഞ്ഞ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേപോലെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് പിന്നെ അതുമ്പോൾ മാത്രം നമ്മൾ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നിലവിൽ നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് മാറ്റി വെച്ചാണ്. പിന്നെ നമ്മുടെ ടാങ്ക് ഇരുന്നായിരുന്ന ടാങ്ക് വളരെ മോശമാണ്. അതായത് ടാങ്കിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു പഴയ ടാങ്ക് മേടിച്ചിട്ട് പൊളിക്കിനോടൊന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് അത് പെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റിയത് കേട്ടോ. അതേപോലെ തന്നെ മിററൊന്നും ഉണ്ടായില്ല. ഈ ഇരുന്ന മിറർ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ കമ്പനി മിററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കിലെ ബ്രേക്ക്, ലൈറ്റിൻ്റെ ഗ്ലാസ്, ഇൻഡിക്കേറ്ററുകൾ, 2 ഇൻഡിക്കേറ്റർ പുതിയത് വെച്ചാണ്. 2 അതുമ്പോൾ ഇരുന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിയിട്ടുണ്ട്. പിന്നെ വയറിങ്ങിൻ്റെ കിറ്റ് ആകെ ആവശ്യമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്ത് സോൾഡർ ചെയ്തൊക്കെ എടുത്തതാണ്. അപ്പോൾ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നമുക്കിത് ഇരുന്നിറന്ന ഹാൻഡിൽ അതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ കമ്പനി ഹാൻഡിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം അത് ടെസ്റ്റിന് ചെല്ലുമ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് വരും. അത് കാരണം കമ്പനി ഹാൻഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരുന്ന ഹാൻഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്തപ്പോൾ കൂട്ടത്തികൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. കാരണം എന്താ വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇനി അത് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എത്ര ഐറ്റംസാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റേണ്ടി വന്ന ഭാഗങ്ങൾ മാറ്റിയേക്കണ പാർട്സുകൾ കേട്ടോ. അതിനകത്ത് നമുക്ക് ഈ കാർബറേറ്റർ യൂണിറ്റും അങ്ങനെ 1-2 ഐറ്റംസ് നമുക്ക് അഡീഷണൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ എസ്റ്റിമേറ്റിൽ ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എത്ര ഐറ്റംസാണ് നമ്മളത് നമുക്ക് വണ്ടി ഇവിടെ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട് മാറ്റിയേക്കണതും വണ്ടി പക്ക ക്ലിയർ ആയിട്ടുണ്ട്. പുതിയ വണ്ടിയുടെ ഒരു ഇതിനകത്തേക്ക് തന്നെ ആയിട്ടുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ കാര്യങ്ങൾ സ്മൂത്തും കാര്യങ്ങൾ പക്കയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പെട്ടെന്നുള്ളൂ. ബില്ല് കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തു.